22 ദിവസം കിട്ടിയ പ്രചരണം, ആ പ്രചരണം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ. സാധാരണഗതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, വഴിനീളെ കാത്തു നിൽക്കുന്നത് നിഷ്പക്ഷരായ ജനങ്ങളാണ്. കോൺഗ്രസ് പ്രവർത്തകർക്കല്ലാതെ അനുഭാവം മാത്രമുള്ള ജനങ്ങളാണ് കാത്തു നിൽക്കുന്നത്, നിഷ്പക്ഷരായ ആളുകളാണ് കാത്തു നിൽക്കുന്നത്. അത് ഈ പ്രചരണത്തിന്റെ വിജയമാണ് എന്നുള്ളതാണ് ഷാഫി പറമ്പിലടക്കമുള്ള നേതാക്കൾ 24നോട് പറഞ്ഞത്. അത് ആ പറഞ്ഞതിനൊരു കാര്യമുണ്ട്. കാരണം ഈ പ്രചരണം കടന്നു പോകുമ്പോൾ വലിയ ജനക്കൂട്ടം റോഡരികിലുണ്ടായിരുന്നു. 27 കിലോമീറ്റർ നീളുന്ന പ്രചരണ റോഡ് ഷോ ആയിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. ഈ റോഡ് ഷോ ഏകദേശം പകുതിയിലധികം ദൂരം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ചുങ്കത്തറ കഴിഞ്ഞിനി 9 കിലോമീറ്റർ മാത്രമാണ് നിലമ്പൂർ നഗരത്തിലേക്കുള്ളത്. 20 കിലോമീറ്ററോളം ദൂരം പൂർത്തിയാക്കുമ്പോൾ വലിയ ജനക്കൂട്ടമുണ്ട്. ഈ റോഡ് ഷോയുടെ നീളം, അതെ, ആ റോഡ് ഷോയുടെ ജനക്കൂട്ടം അത് കൂടി വരുന്നതാണ് ഓരോ ടൗണും പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 22 ദിവസം കാടിളക്കിയുള്ള ഒരു പ്രചരണത്തിന്, നാടറിഞ്ഞുള്ള ഒരു പ്രചരണത്തിന് കോൺഗ്രസിന് സാധിച്ചിരുന്നു. ആ പ്രചരണം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ. ആ നിലയിലുള്ള ജനക്കൂട്ടത്തെ വഴിയരികിൽ കാണാൻ സാധിക്കുന്നുണ്ട്. PV അൻവർ ഉയർത്തുന്ന വെല്ലുവിളിയും സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വമൊന്നും UDF ക്യാമ്പിനെ ബാധിക്കില്ല എന്നുള്ള പ്രതീക്ഷയാണ് UDF നേതൃത്വം പങ്കുവയ്ക്കുന്നത്.